ഉദാഹരണത്തിന് തന്നെ കേരളത്തിലെ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ പുതിയ കെട്ടിടം നിർമ്മിക്കാനൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വരവ് ചെലവ് കണക്കുകൾ കമ്മീഷന് മുമ്പിൽ ഹാജരാക്കുന്നുണ്ട്. കോൺഗ്രസ് ഹാജരാക്കിയ കണക്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഭീമന്മാരായ 5ഓളം ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും 2 ലബോറട്ടറി കമ്പനീസും കോൺഗ്രസിന് വേണ്ടിയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൈ? ഇക്കഴിഞ്ഞ 6 മാസക്കാലമായി കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ഗൂഢശ്രമം മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് നടത്തുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ബ്ലാക്ക് സ്റ്റോൺ, KKR തുടങ്ങിയ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു. കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളെ തച്ചു തകർത്ത് ഹോസ്പിറ്റലുകളെ പോലും പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ഇവരുടെ ശ്രമമാണോ ഇതിന് പിന്നിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സുകളിൽ ഒന്നാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. നിങ്ങൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത എത്ര രോഗങ്ങളാണ് കഴിഞ്ഞ 10-12 വർഷം